ചേച്ചി, വിജയേട്ടൻ വന്നു. ഓ, അയ്യപ്പസ്വാമി കാത്തു. കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പാ. മല കയറാൻ ബുദ്ധിമുട്ടൊന്നും കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ഉവ്വ്, കരിമല ഇത്തിരി കഠിനം തന്നെയാ. നന്നായി തൊഴാനൊക്കെ പറ്റിയില്ലേ വിജയേട്ടാ? മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. ഈ തിരക്കിന്റെ ഇടയിൽ മണിക്കൂറുകളോളം തൊഴു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതാരും. തോന്നും, മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. മലയിറങ്ങിപ്പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള്. മനസ്സിലായച്ച, എല്ലാം മനസ്സിലായി. സ്വാമിയേ. എങ്കിൽ പിന്നെ മാലയൂർ ചടങ്ങ് നടക്കട്ടെ. എന്നിട്ട് ദീക്ഷ കളഞ്ഞ് സുഖമായിട്ടൊന്ന് കുളിക്കുക. ഊണ് റെഡിയല്ലേ ശ്യാമളെ? ആ, മാല തൽക്കാലം ഞാൻ ഊരുന്നില്ല. മാല ഊരാതെ? മാല ഊരാൻ എനിക്ക് കഴിയില്ലച്ച. യാത്ര കഴിഞ്ഞു വന്ന മാല ഊരുന്നാണല്ലോ എൻ്റെ ഒരു രീതി. അടുത്ത മലയാള മാസം 1-ാം തീയതി നട തുറക്കുമ്പോ എനിക്ക് ഇനിയും പോണച്ച. അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ പോണം. പറയാനായിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അഥവാ പോണെങ്കിൽ തന്നെ പോകുന്നതിന് 2-3 ദിവസം മുമ്പ് മാല ഇട്ടാ പോരെ. അത് ശരിയാവില്ല. വ്രതം തുടരണം. എത്ര കാലം? ഇനിയുള്ള കാലം മുഴുവൻ. എന്നാ പിന്നെ ഒരു കുടിലും കെട്ടി മലയിൽ തന്നെ അങ്ങോട്ട് താമസിക്കല്ലേ ഭേദം. നീ ചുമ്മാ അത് ഇതും പറയാ. മാല ഒരു വിജയ. ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിജയേട്ടാ. എത്ര ദിവസമായി വെജിറ്റേറിയൻ മാത്രമായിട്ട്? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കുളിക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കേ. എന്താ ഇത്? എന്ത് ഇതൊക്കെ? ഇത് ഇറച്ചിക്കറി, ഇത് മീൻകറി. എന്തേ? വിജയേട്ടാ, ഇത് എവിടെ പോ? എന്ത് തെമ്മാടിത്തരമാണ് നീ കാണിച്ചത്? എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് എറിയേ. ഇന്നു മുതൽ ഈ വീട്ടിലുള്ളവരെല്ലാം സസ്യബുക്കുകളാണ്. ഇവിടെ കുറച്ച് ഇത് രോമൊന്നല്ലടോ, മറുക. ഓ, അപ്പം വിജയസ്വാമിനെ നേരിട്ട് കണ്ട ഒരു കൂട്ടത്തിലാരുണ്ട്? ഇക്കൂട്ടത്തിൽ ആരുമില്ല. അപ്പൊ പിന്നെ ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ ആർക്ക് സാധിക്കും? അല്ല ചന്ദ്ര, ഇത് ഭക്തി മൂത്ത് ഭ്രാന്തായത് തന്നെയാ. എന്നെങ്ങനെ തീരുമാനിക്കും? കള്ളുകുടിയും ചീട്ടുകളിയായിട്ട് നടന്ന ഇയാള് ഇപ്പൊ കാലത്ത് നട തുറക്കുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തും. വിജയം മാഷ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. ദിസ് മേ ബി എ മെന്റൽ സ്റ്റക്ക്. എങ്ങനെ? എന്തു തുടങ്ങിയാലും അതിൽ അഡിക്റ്റായി പോകുന്ന ചിലരുണ്ട്. കള്ളു കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താതെ കള്ളുകുടി. കുതിരപ്പന്തയത്തിന് പോയാൽ പിന്നെ സ്ഥിരം അവിടെ തന്നെ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ഇൻ വിജയൻസ് കേസ്. ഹി ഗോട്ട് സ്റ്റക്ക് വിത്ത് ശബരിമല അയ്യപ്പൻ. അതെ, ഇവിടെ സായിപ്പുമാരാരില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. നക്സലൈറ്റുകൾ. അവർ ജന്മിമാരുടെ കഴുത്തറുത്തു. ഈശ്വരൻ അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ചിലർ മഹർഷിമാരെ പോലെ സാത്വികന്മാരായി, ചിലർ സായിബാബ ഭക്തന്മാരായി. ആ ഭക്തിയിൽ ആണ്ട് മുങ്ങി. അതുപോലൊരു കേസാവണം ഇതും. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു മാറ്റം? കാലത്ത് 3-4 മണിക്ക് എണീക്കും അത്രേ. നേരെ അമ്പലക്കുളത്തില് ഐസ് പോലുള്ള വെള്ളത്തിൽ കുളി. 4:30 മണിമുട്ടി പ്രാർത്ഥന തുടങ്ങിയ അത് അവസാനിക്കുന്നത് 8 മണിക്കാ. ഒരു ദിവസം കാലത്ത് ആ പിള്ളേരെ രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ട് പോയി അമ്പലക്കുളത്തിൽ കുളിപ്പിച്ചത്രേ. എന്നിട്ട് മേലാസകലം ഭസ്മം പൂശി പ്രാർത്ഥിക്കാനിരുത്തി. കുറച്ചേരം കഴിഞ്ഞപ്പോ പിള്ളേർക്ക് രണ്ടിനും ഭയങ്കര പനി. ഇയാൾക്ക് ശബരിമലയ്ക്ക് പോയപ്പോ എന്തോ ദിവ്യശക്തി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് വീട്ടില് ദർശനത്തിന് ആളുകൾ വന്നും പോയിരിക്കാന്ന് പറയുന്നത് നേരാണോ? അത് കൂടുതൽ അന്യനാട്ടുകാരാ. ആര്, ഫോറിനേഴ്സോ? അതെ, നാടൻ ഫോറിനേഴ്സ്.
എന്ത് കാണാനാ നിങ്ങളൊക്കെ നിൽക്കുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? വിട് മാഷേ, അല്ല കുറെ നേരമായല്ലോ വായും പൊളിച്ച് നിൽക്കാൻ തുടങ്ങിട്ട്. ഇവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് ഇതൊക്കെ ഒരു രസം അല്ലേ? നമ്മുടെ ഉള്ളിൽ തീയ ആളിനെന്ന് ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാമിയുടെ ദർശനം കിട്ടിയില്ലേ? പുണ്യതീർത്ഥവും കിട്ടിയില്ലേ? ഇനി സായാഹ്ന പൂജയ്ക്ക് വന്നോളൂ. അപ്പൊ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു വന്നൂടെ? അച്ഛനാരെ, ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലാണ്ടല്ല, പക്ഷെ നിങ്ങളുടെ മകൾക്ക് പിന്നെ ഭർത്താവ് ഉണ്ടാവില്ല. എന്താ മാഷേ, നിങ്ങളെപ്പോലെ വിവരമുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുക? ഇത് എന്നോടുള്ളൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ? നമ്മുടെ ഉപദേശം അവൻ ശിരസാ വഹിച്ചു. കുറ്റം പറയാനൊക്കോ? എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി? പനിയും ജലദോഷമാണെങ്കിൽ മരുന്നുണ്ട്. ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചു മാറ്റാം. ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്റെ മോളെയും കുട്ടികളെയും വഴിയാധാരാക്കാൻ തന്നെയാണ് അവന്റെ പുറപ്പാട്. വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നല്ല നിലയ്ക്ക് കാര്യമായിട്ട് ഒന്ന് വിളിച്ച് ഉപദേശിക്കുക, അതേ ഇനി രക്ഷയുള്ളൂ. അവിടെ നിൽക്ക്. ക്ഷേത്രത്തിൽ നടയടക്കും. വിജയ, വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ അച്ഛാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ? എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ. ഈ ലൗകിക ജീവിതം ആകെ കുലുമാലാണച്ചാ. പണത്തിന്റെ പുറകെ കുറെ ഓടിയവനാ ഞാൻ. മനസ്സംഘർഷമായിരുന്നു ഫലം. കോടിക്കണക്കിന് പണമുണ്ടാക്കിയ ആളുകൾ അതെല്ലാം പാടെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നു. അതാര്? ഒരാളല്ല, പലരും. ഞാനിതാ പണം ഉണ്ടാക്കാതെ തന്നെ നേരിട്ട് ദൈവത്തിങ്കൽ എത്തിയിരിക്കുന്നു. അയ്യോ, ദൈവഭക്തി നല്ല കാര്യമല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതുപോലെ 24 മണിക്കൂറും ഭക്തി കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? ഞാനൊരു പാർട്ട് ടൈം ഭക്തനായ മതി എന്നാണോ? അച്ഛാ, എന്റെ ഉള്ളിലെ ഭഗവത് ദൈവത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. ആ നിങ്ങൾ തന്നെ അത് അണച്ചു കളയാൻ പറയല്ലേ അച്ഛാ. എന്തായാലും ഇത് ഞങ്ങൾ സമ്മതിച്ചില്ല. മണ്ഡലകാലം വന്നപ്പോൾ മാലിടാനേ പറഞ്ഞോളൂ. ഇട്ടു. ഇനി അത് ഊരണം. അടുത്ത സീസണിൽ വീണ്ടും ഇടാമല്ലോ. ഓ, സീസണൽ ഭക്തി. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. ഇവനെ ഇനി വിട്ടു. ഇവനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു മുഴു ഭക്തനായി, പക്ഷെ ഒരു മുഴു കുടിയനായതുപോലാണ് നിങ്ങളുടെ പെരുമാറ്റം. എന്തും മതിയമായ കുഴപ്പം തന്നെയാ. എങ്കിൽ നിങ്ങളുടെയൊക്കെ ഭക്തി വെറും കാപട്യാണ്. ഒരു നാൾ ദൈവം അത് തിരിച്ചറിയും. നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും. നടയടക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷേത്രത്തിലെത്തണം. വിജയ, എന്തൊക്കെയാണ് വിജയ കേക്കണേ? നീ ഇതുവരെ താരി അടിച്ചില്ലേ? നീ എന്താണ്ട് മാല വരാത്ത? നേര് പറ. നിന്നെ മാലയിടാൻ നിർബന്ധിച്ച വീട്ടുകാർക്കിട്ട് നീ ഒന്ന് താങ്ങിയതല്ലേ? നിന്റെ അച്ഛനെയും അമ്മായി അച്ഛനെയൊക്കെ ശരിക്ക് പുലിവാല് പിടിപ്പിച്ചു അല്ലേ? നന്നായി. അവരവിടെ തന്നെ കൂടിയിരിക്കാന്ന് അറിഞ്ഞോണ്ടാ നമ്മൾ അങ്ങോട്ട് വരാതിരുന്നേ. അതുപോട്ടെ, നീ എന്താ ഇഷ്ടിയക്കളത്തിലേക്കൊന്നും വരായിരുന്നത്? ഇനി എന്നെ എവിടെയും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കുകയും വേണ്ട. നീ എന്താണ് ഈ പറയുന്നത്? പറയുന്നത് സത്യം. ഇതുവരെ ജീവിച്ചതൊന്നും ജീവിതമായിരുന്നില്ല. യഥാർത്ഥത്തിലുള്ള സുഖവും സന്തോഷവും ആധ്യാത്മിക ജീവിതത്തിലേ ഉള്ളൂ. പഴയ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം മതിയാക്കൂ. ദൈവത്തിൻ്റെയും നന്മയുടെയും പാതയിലേക്ക് വരൂ. അപ്പോൾ മാത്രമേ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടാവൂ. ബെസ്റ്റ് ഓഫ് ലക്ക് സുഹൃത്തുക്കളെ, ബെസ്റ്റ് ഓഫ് ലക്ക്.